ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് ബണ്ണിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അതിൻ്റെ മുന്നായിട്ട് ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒന്ന് ആ ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ടൈമാണ്, അപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതാ ഒരു ബൗളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അളവ് കൂട്ടവും കുറുക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ടയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ബട്ടറാണ്. അത്യാവശ്യം വലിയ പീസ് ബട്ടർ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ആ ബട്ടർ കൈ വെച്ചിട്ട് ഇങ്ങനെ ഈ സമയം തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള പാല് 1/2 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചീച്ച ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇത് ആ ഒരു പാലിലെ ഈ ഒരു മാവിന് ആവശ്യാനുസരണം എടുക്കുക. ഒന്നിച്ച് ഒഴിക്കരുത്. എന്താ വെച്ചാൽ കൂടിപ്പോയാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് കുറച്ചീച്ച് ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം ലൂസിലാണ് ഈ മാവ് വേണ്ടത്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നതിലും ഒന്നുകൂടെ ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതാ കണ്ടോ, അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ ഉള്ള. പിന്നെ ഇങ്ങനെ ഒട്ടുന്ന കുഴപ്പമില്ല. കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് നല്ലപോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഒട്ടൽ എന്തായാലും ഉണ്ടാവും, അപ്പോൾ കുഴപ്പമില്ല. കൈകൊണ്ട് നല്ലപോലെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ടിട്ട്. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതിലെ നമ്മളൊരു 2 മണിക്കൂറെങ്കിലും വെക്കണം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണല്ലോ ഇപ്പം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരും. തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഒരു 4 മണിക്കൂർ. എന്തായാലും 2 മണിക്കൂറിന് ശേഷം നമ്മളെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യുക, നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണമെന്നില്ല, അങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മൈദപ്പൊടിയിൽ അത് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ടിത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. നന്ന ചെറുതാവേണ്ട. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് ബോൾസ് ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ എടുത്ത ബോള് നല്ലപോലെ ഉരുട്ടിയിട്ട് ഒരു ഷേപ്പാക്കി എടുക്കുക. നല്ലപോലെ ഉരുട്ടി കൊടുക്കണേ. എന്നിട്ടില്ലേ നമുക്കിത് നേരെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പാത്രത്തിൽ കുറച്ച് മൈദ സ്പ്രെഡാക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെച്ച ആ ഒരു ബോൾസ് ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത്ര എല്ലാം ഒരേ വലുപ്പത്തിൽ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ഉരുട്ടി കൊടുക്കണം, അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് വിട്ട് വെക്കാനൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതൊന്നുകൂടെ പൊങ്ങി വരണം. അപ്പോൾ അതവിടെ റെസ്റ്റിന് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലുണ്ടാവുക. ഇനി നമ്മൾ ഒരു പീസ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, മറ്റേ ഡാർക്ക് ചോക്ലേറ്റില്ലേ, അതാണ്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഡാർക്ക് ചോക്ലേറ്റിന് പകരം വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊരു കയ്പ്പുണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കുക. ആ ഒരു ചോക്ലേറ്റൊക്കെ നല്ലപോലെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുക. അതവിടെ ആവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബൗളിലേക്ക് കോൺഫ്ലോർ ഒരു ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡാക്കിയിട്ട് കട്ടയില്ലാണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പം അതും അടക്കട്ടെ. ഇത് സെറ്റാകുമ്പോഴേക്കും നമ്മൾ ആ ഒരു പാലും ചോക്ലേറ്റൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് നല്ലപോലെ തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. പെട്ടെന്ന് കട്ട കൂടും, അതുകൊണ്ട് ഒഴിക്കലും ആ ഒരു മിക്സ് ഒഴിക്കലും ഫ്ലെയിം ഓഫാക്കലും നല്ലപോലെ മിക്സാക്കലും എല്ലാം ഒരുമിച്ചാവണം, അല്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ, അടി പിടിക്കും. അപ്പോൾ ഇതാ നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ ക്രീമി ആയിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നല്ല കട്ടാവണ്ട, ഇതേപോലെ ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാൽ നല്ലൊരു ക്രീമി, എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, എന്നാലാണ് അത് ടേസ്റ്റ് കിട്ടുള്ളത്.
എന്നിട്ട് ഇത് 2 ടീസ്പൂണ് 2 ടേബിൾ സ്പൂണൊക്കെ എടുത്തോളി, 2 3 നിങ്ങൾക്ക് മധുരം ഓവർ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്തോളി. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിന് പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് തണിയാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ മാവെല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടല്ലോ മാവ്. ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ എന്താ വെച്ചാൽ ചിലപ്പം ഉള്ളു കരിഞ്ഞു പോവും, അല്ല പുറം കരിഞ്ഞു പോവും, ഉള്ളു വേവാണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഒരു ഭാഗം ആവാൻ നിന്നാൽ ചിലപ്പം ഒരു ഭാഗം ആ ഒരു മേൽഭാഗം മാത്രം കളറ് മാറി വരുന്നുള്ളൂ, പക്ഷെ ഉള്ളു വേവില്ല. അപ്പം അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ്ടോ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിടരുത്. ഞാനിങ്ങനെ സ്പീഡിലാക്കിയോണ്ടാണ് 2-3 മിനിറ്റ് ഒരു ഭാഗം വേവിക്കുക, എന്നിട്ട് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ കേട്ടോ. നല്ലപോലെ കുക്കായുണ്ട്, നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് ചെയ്യാം. ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മളിത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അതിനിതാ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ ചെയ്ത പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചോട്ട് സെറ്റാക്കി എടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ 2 ഭാഗവും കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാടാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഫ്രൈ ആക്കി വെച്ച ഈ ബണ്ണിലേക്ക് ഷുഗർ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പം നല്ലൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ ഈ ഒരു ബണ്ണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ തന്നെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നല്ലപോലെ ചൂടിലാക്കിയാൽ പെട്ടെന്ന് അതിൽ പിടിച്ച് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചൂടോടുകൂടി തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടാൽ സെറ്റാണ്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഇപ്പുറത്ത് വെച്ച ബണ്ണും നല്ല പോലെ ആയിട്ടുണ്ട്, കണ്ട. നല്ല കളറൊക്കെ ഒന്നുകൂടെ നമ്മളിത് വെക്കുന്നതിനനുസരിച്ച് കളറ് മാറി വരുവേ, ഒന്നുകൂടെ കളറ് മാറും, ഒന്നുകൂടി ഡാർക്കാവും. അപ്പോൾ അതും നമ്മൾ നേരെ പൊടിച്ച പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. കൈ വെച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അതിന് ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. എന്നിട്ട് എല്ലാം ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചോക്ലേറ്റും കൂടെ ഇതിലേക്ക് സെറ്റാക്കി കൊടുത്താൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കത്രികയോ കത്തിയോ വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നടുക്കൊന്നും കുത്താണ്ട് ഇങ്ങനെ സൈഡിൽ ഒരു ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് കൈ പിടിച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബണ്ണ് നല്ല സോഫ്റ്റ് ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ കിട്ടുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റ് നല്ലപോലെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്ന് വെച്ച് പേടിക്കണ്ട, കവറില്ലേ, കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് എൻഡിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പൈപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് അത് എടുത്തെന്നുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയേ. പൈപ്പിംഗ് ബാഗ് ഉള്ളവർ ഇഷ്ടമുള്ള നോസിലിട്ടാലൊക്കെ മതി, അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാനല്ലേ. ഇനി നമ്മൾ ഹോൾസ് ഇട്ടതിൻ്റെ ഉള്ളിലേക്ക് ആ നോസിൽ ആക്കി കൊടുത്തിട്ട് അത്യാവശ്യം നല്ലപോലെ ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് മേലെയും കുറച്ച് ചോക്ലേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതില്ലേ കടകളിലൊക്കെ പോയാൽ ഡോണറ്റൊക്കെ കണ്ടിട്ടില്ലേ, അതൊരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നതിന് നല്ലത് ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്, നല്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ചോക്ലേറ്റ് ബണ്ണും ബട്ടർ ബണ്ണൊക്കെ ഇഷ്ടം പോലെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അത് 2-3 ഒരാഴ്ചത്തേക്ക് ബണ്ണേക്കും നമുക്ക് കഴിക്കാൻ തരുന്നത്. ഇതാകുമ്പോൾ ചൂടോടെ ഉണ്ടാക്കി ചൂടോടെ കഴിക്കാമെന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മേലെ കുറച്ച് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഓവറാക്കി, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കളൊക്കെ എന്താ പറയുക, ഉണ്ടാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ അങ്ങ് തീരൂലേ, ആ ഒരു സംഭവം പോലെ കേട്ടോ. ഇവിടെ
എല്ലാം സെറ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാണ്ടാക്കുകയാണെന്നെങ്കിൽ ഇപ്പം തന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ദാ നമുക്കിതൊന്ന് എന്താ പറയുക, പൊട്ടിച്ചും കൂടെ നോക്കാം. നല്ല സോഫ്റ്റാണ്. ഇതാ കണ്ട ചോക്ലേറ്റ് ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിലുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ് ആവശ്യയിൽ എൻ്റർടൈൻമെൻറ്റ്. ഞാനിത് ഇന്നാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും നമ്മളത് കാലിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊരു കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ് ആവശ്യയിൽ എൻ്റർടൈൻമെൻറ്റ്.